ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ടയർ 2 മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മുൻ വർഷങ്ങളിൽ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. RRB NTPC ടയർ 2 ഇതുവരെ ആകെ ഒരൊറ്റ വട്ടേ നടന്നിട്ടുള്ളൂ. അത് അവസാനമായി നടന്നത് അല്ലെങ്കിൽ ആദ്യമായും അവസാനമായും നടന്നത് 2017 ജാനുവരിയിലായിരുന്നു. 2017 ജാനുവരി 17, 18, 19 തീയതികളിൽ ദിവസേന 3 ഷിഫ്റ്റ് വെച്ച് 9 ഷിഫ്റ്റുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ വട്ടം NTPC ടയർ 2 കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 9 ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷിഫ്റ്റും എടുത്ത് ഓരോരോ ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അത് ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 9 ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങളെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ PDF ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഏകദേശം 300ഓളം ചോദ്യങ്ങൾ മാത്രമല്ല പലതിൻ്റെയും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ സ്ലൈഡുകളും ഞാൻ അപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് NTPC ടയർ 2 സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. 90 മിനിറ്റ് ആണ് നിങ്ങളുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 120 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുണ്ടാവുക. ചെറിയ മാറ്റമേ ഉള്ളൂ. ടയർ 1 അത് 100 ആയിരുന്നു. ഇവിടെ എന്തായി 20 ചോദ്യങ്ങൾ അതേ സമയം കൊണ്ട് 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. GKയിൽ നിന്ന് 50 ചോദ്യങ്ങളും മാത്സിൽ നിന്ന് 35ഉം റീസണിങ്ങിൽ നിന്ന് 35ഉം എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഈ ഒരു ഫിക്സഡ് റേഷ്യോ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. ടയർ 1 പോലെ തന്നെയാണ്. RRBയുടെ ചോദ്യ പേപ്പർ എല്ലാം കൂടി ഷഫിൾഡ് ആണ്. GK വേറെ, മാത്സ് വേറെ, റീസണിങ് വേറെ എന്നൊന്നുമില്ല. ടയർ 2 അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ എണ്ണത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. മാത്സോ റീസണിങ്ങോ കൂടിയോ കുറഞ്ഞൊക്കെ വരാം. സാധാരണയുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ GKയുടെ എണ്ണത്തിൽ എന്ത് ചെയ്യാറുണ്ട്, കുറയാറുണ്ട്. അതേസമയം മാത്സ് റീസണിങ് എന്ത് ചെയ്യാറുണ്ട്, ഈ എണ്ണത്തിൽ നിന്ന് 35ൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, കൂടാറുണ്ട്. നോർമൽ ട്രെൻഡ് ആണ് കേട്ടോ. ഇനി നിങ്ങളുടെ ചോദ്യ പേപ്പറിലെല്ലാം അങ്ങനെ തന്നെ വരുന്ന യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. എണ്ണ എന്തായാലും എന്തില്ല, ഫിക്സഡ് ആയിട്ട് 50 GK, 35 മാത്സ്, 35 റീസണിങ് നിന്നുണ്ടാവില്ല. എല്ലാ ഷിഫ്റ്റിലും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. RRB NTPC ടയർ 2 ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റിന്റെ പേരെന്ന് പറയുന്നത് academisonline.com എന്നാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക. NTPC ടയർ 2 ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വേണ്ട സബ്ജക്ട്സ് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ സബ്ജക്റ്റിന്റെ പേരോ അല്ലെങ്കിൽ NTPC എന്നോ നിങ്ങൾ ഈ നമ്പറിലോട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിലോ എനിക്ക് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഈ നമ്പർ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾ എന്തിൻ്റെയും മെസ്സേജ് അയച്ചോളൂ. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഞാൻ തന്നെയാണ് ഇപ്പുറത്തുള്ളത്. അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മുടെ അക്കാഡമീസിനുണ്ട്. കുറച്ച് നേരം വൈകിട്ടായാലും എന്ത് ചെയ്യുക തന്നെ ചെയ്യും, റെസ്പോണ്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷിഫ്റ്റിലെയും ചോദ്യങ്ങളായി എടുത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. 9 ഷിഫ്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ തീർത്തു പോകും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ NTPC ടയർ 2 ഷിഫ്റ്റ് ജാനുവരി 17, 2017 നടന്ന ഏറ്റവും രാവിലത്തെ ഷിഫ്റ്റാണ്. ഷിഫ്റ്റിലെ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നാ പിടിച്ചോ, ഐശ്വര്യമായി നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹു ഈസ് ഓതറൈസ്ഡ് ടു ട്രാൻസ്ഫർ ദ ജഡ്ജ് ഓഫ് വൺ ഹൈക്കോർട്ട് ടു അനദർ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിനെ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതോറിറ്റി, അത് ഓതറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആർക്ക് മാത്രമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള പവർ ഇന്ത്യയിൽ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് എന്തുള്ളത്, അത്തരത്തിലുള്ള ഒരു പവർ ഉള്ളത്. ഒരു ഹൈക്കോടതിയിൽ നിന്നും ഒരു ജഡ്ജിനെ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള, ട്രാൻസ്ഫർ കൊടുക്കാനുള്ള പവർ ഉള്ളത് അത് നമ്മുടെ രാഷ്ട്രപതിക്കാണ്. ഒപ്പം ഓർത്തു വെക്കേണ്ടുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹൈക്കോർട്ടിൽ നിന്നും ഒരു ജഡ്ജിയെ മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് മാറ്റുന്നതിനുള്ള അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫാൻസി ആയിട്ടുള്ള നമ്പറാണ്. ആർട്ടിക്കിൾ 222 ആണ്. ചോദ്യങ്ങൾ വന്നേക്കാം, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ജഡ്ജിനെ മാറ്റാനുള്ള അധികാരമുള്ളത്, അതോറിറ്റി ഉള്ളത് രാഷ്ട്രപതിക്കാണ്. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 222 ആണെന്നും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, UNITAR സ്റ്റാൻഡ്സ് ഫോർ, യുണൈറ്റഡ് നേഷൻസുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് മനസ്സിലായി. പക്ഷെ എന്താണെന്നില്ല, നമുക്ക് കിട്ടണമെന്നില്ല. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോസസ്സുകളും അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ്സും എല്ലാം കൊണ്ടുവരാനായിട്ട് ഉള്ള യുണൈറ്റഡ് നേഷൻസിന്റെ, ഐക്യരാഷ്ട്രസഭയുടെ വിങ് ആണ്. ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതാണ്, യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആണ്. ഏതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്? യൂണിറ്റാർ അല്ലെങ്കിൽ UNITARന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് റിസർച്ച്. സെറ്റ് അല്ലേ?
അടുത്തത് ഇൻ എ ഫുഡ് ചെയിൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കൺസ്യൂമർ. ഒരു ഫുഡ് ചെയിൻ ഒരു ഭക്ഷ്യശൃംഖല നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രൈമറി കൺസ്യൂമറും സെക്കൻഡറി കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം ഇത് മൂന്നായിട്ടാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. ആദ്യം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അല്ലെ. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ചെടികളാണ്, സ്വന്തമായി ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ളവരാണ്. നമ്മളൊക്കെ എന്താണ്? നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. നമ്മൾ ആ ചെടി ഭക്ഷിക്കുന്നവരെയും ചെടിയെയും ഭക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ കൺസ്യൂമേഴ്സിൽ തന്നെ എന്തുണ്ട്? രണ്ട് വകുപ്പുണ്ട്, പ്രൈമറി കൺസ്യൂമർ എന്നും സെക്കൻഡറി കൺസ്യൂമർ എന്നും, അല്ലെങ്കിൽ മൂന്നാമതൊരു വകുപ്പ് കൂടി ഉണ്ട്, ടെർഷ്യറി കൺസ്യൂമർ എന്നും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ എല്ലാം മുമ്പ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അവയെ തിന്നുന്നവയാണ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ തിന്നുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ മുയലിനെ ആലോചിച്ചാൽ മതി. ഈ മുയലിനെ ആര് തിന്നും? കുറുക്കൻ തിന്നും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ കുറുക്കനോ അല്ലെങ്കിൽ മൃഗങ്ങളോ ചത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിച്ചവർ എന്ത് തിന്നുന്നുണ്ട്? വളച്ചർ, കഴുകൻ പോലത്തെ പ്രിഡേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ തിന്നുന്നുണ്ട്. അവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ തിന്നുന്ന ഒരു പ്രൈമറി കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമറിനെ തിന്നുന്ന ഒരു സെക്കൻഡറി കൺസ്യൂമർ, പ്രൈമറിയെയും സെക്കൻഡറിയെയും തിന്നുന്നവരെ നമ്മൾ എന്തെന്നും പറയുന്നു? ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്നും പറയുന്നു. ഈ പ്രൈമറി കൺസ്യൂമേഴ്സ് പൊതുവെ എന്താണ്? ഹെർബിവോറസ് ആണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ ഹെർബിവോറസ് ആണ്. അതാണ് നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഓപ്ഷൻ ഞാൻ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാത്തത്. ഇവരെന്താണ്? പൊതുവെ ഇവർക്ക് പ്ലാന്റ്സിനെ മാത്രമേ തിന്നാൻ പറ്റുള്ളൂ അല്ലേ. മൊയിൽ ചിക്കൻ ഫ്രൈയോ ചിക്കൻ ബിരിയാണി തിന്ന് നമ്മൾ കാണാറില്ല അല്ലേ. മൊയിൽ എന്താ തിന്നുന്നത്? ഹെർബിവോറസുകളാണ്. അതേസമയം ഈ ഗ്രൂപ്പ് എന്താവാം? അവർ കാർണിവോറസ് ആവാം അല്ലെങ്കിൽ ഓംനിവോറസ് ആവാം. രണ്ടും തിന്നുന്നവരും എന്തായിട്ട് വരാറുണ്ട്? കാർണിവോറസ് ആവാം അല്ലെങ്കിൽ ഓംനിവോറസ് ആവാം. ഇവരെന്തിനാണ്? പ്രിഡേറ്റേഴ്സ് ആണ്. ടെർഷ്യറി നമുക്ക് വലിയ കാര്യമില്ല, നിങ്ങളിത് നോക്കിയാൽ മതി. ഇവിടെ പ്രൈമറി കൺസ്യൂമേഴ്സ് അതുപോലെ പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ് എനർജി വരുന്നത്. നമ്മൾ അതേസമയം നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എനർജി വരുന്നത്. പിന്നെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് ഇവർക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 10% ആണ്. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് വന്ന ചോദ്യമായിരുന്നു. പ്രൈമറി കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും എടുക്കുന്ന എനർജി എന്ന് പറയുന്നത് 10% ആണ്. അതേസമയം നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സിലോട്ട് വരുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 1% മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്നത്. ടേക്ക് 1% ഓഫ് ദ എനർജി ഓഫ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരിൽ നിന്നും പ്രൈമറി കൺസ്യൂമേഴ്സിലോട്ട് വരുമ്പോൾ അവർക്ക് വെറും 10% കിട്ടുന്നു. അതിൽ നിന്ന് സെക്കൻഡറി കൺസ്യൂമേഴ്സിലോട്ട് വരുമ്പോൾ അവർക്ക് ആകെ എത്ര കിട്ടുന്നത്? 1% ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് തന്നിരിക്കുന്ന ആൻസർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നും ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രൈമറി കൺസ്യൂമേഴ്സ് ക്യാൻ ഈറ്റ് ഓൺലി പ്ലാന്റ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ക്യാൻ ഈറ്റ് പ്രൈമറി കൺസ്യൂമേഴ്സ്. എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി കൺസ്യൂമേഴ്സ് നമ്മൾ പറഞ്ഞ എന്താ? ഹെർബിവോറസ് ആണ്. എന്ത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ? പ്ലാന്റ്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതേസമയം സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സും സെക്കൻഡറി കൺസ്യൂമേഴ്സും തമ്മിലുള്ള ഡയറക്റ്റ് വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവർ പാവങ്ങൾ പച്ചാഹാരം അല്ലെങ്കിൽ പച്ചപ്പുല്ലും ബാക്കിയെല്ലാം തന്നു ജീവിക്കുന്നു. അതേസമയം സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? പ്രൈമറി കൺസ്യൂമേഴ്സിനെയും വേണമെങ്കിൽ കഴിക്കും, അതേ പ്രൊഡ്യൂസേഴ്സിനെയും വേണമെങ്കിൽ എന്ത് ചെയ്യും? കഴിക്കാറുണ്ട് എന്നും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് പ്രൊഡ്യൂസർ, എന്താണ് കൺസ്യൂമർ, ഈ കൺസ്യൂമറിൽ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടെർഷ്യറി എന്നുള്ളതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് സെറ്റായില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ 4ാമത്തെ ചോദ്യം, ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ഈ ചോദ്യം ഇല്ലാത്ത പരീക്ഷകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അത് RRBയോ SSCയോ PSC ആയിക്കോട്ടെ, ടയർ 1ഓ ടയർ 2 ആയിക്കൊള്ളട്ടെ, ഒരു വിഷയമില്ല. ഈ ചോദ്യം എന്തിനാവും? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഇല്ലാത്ത പരീക്ഷകൾ ഇല്ല എന്ന് നമുക്ക് പറയാം. കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കോഡ് തന്നെയാണ്. എന്താണ് ഓർക്കാൻ പറയാറ്? പെൻ RTC എന്നാണ് ഞാൻ ഓർക്കാൻ പറയാറ് അല്ലേ. പ്രോട്ടോൺ ഫോർ റൂദർഫോർഡ്, ഇലക്ട്രോൺ ഫോർ തോംസൺ ആൻഡ് ന്യൂട്രോൺ ഫോർ ചാഡ്വിക് എന്നാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഓർക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇലക്ട്രോണിനെ പറ്റി 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഒപ്പം പറഞ്ഞു തരാം. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്, എല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. 1897 JJ തോംസൺ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ആ എക്സ്പെരിമെന്റ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹം ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്, പരീക്ഷണത്തിന്റെ പേരാണ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. JJ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിക്കാനായി നടത്തിയ പരീക്ഷണമാണ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആറ്റത്തിന്റെ സബറ്റോമിക് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കനം കുറഞ്ഞ ദ ലൈറ്റസ്റ്റ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ആണ് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, എല്ലാം ഇതിനകത്ത് വരുന്നതാണ് അല്ലെ, ആറ്റത്തിനകത്ത് വരുന്നതാണ്. അതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ, ഏറ്റവും കനം കുറഞ്ഞ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ആണ് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതിന്റെ മാസ് എന്ന് പറയുന്നത് ഏറെക്കുറെ 9.1 × 10⁻³ kg ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻³ kg ആണ്.
അതുപോലെ തന്നെ ആറ്റത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടോണും ന്യൂട്രോണൊക്കെ അങ്ങ് സ്റ്റേബിൾ ആയി ന്യൂക്ലിയസിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ മൂവിങ് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം എന്നറിയപ്പെടുന്നതും ഇലക്ട്രോൺ ആണ്. അതുപോലെ ഇലക്ട്രോണിന്റെ എണ്ണം വെച്ചിട്ടാണ് ഒരു വസ്തുവിന്റെ എന്താ പറയുക രാസ സ്വഭാവം അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ. വാലൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പല പദാർത്ഥങ്ങൾക്കും പല എലമെന്റ്സിനും എന്ത് ചെയ്യുന്നത് ഓരോരോ സ്വഭാവങ്ങൾ വരുന്നത്. ഇലക്ട്രോൺ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നത് സ്റ്റോണി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഹു കോയിൻ ദ ടേം ഇലക്ട്രോൺ, അല്ലെങ്കിൽ ആരാണ് ഈ പേര് കൊടുക്കുന്നതൊക്കെ ചോദിക്കാം. സ്റ്റോണി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോണിന് പേര് കൊടുക്കുന്നത്. അതുപോലെ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്, നമുക്കറിയാം അല്ലെ. പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, ന്യൂട്രോൺ ചാർജ്ലെസ് ആണ്. ഇതിൽ ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയുന്നതും അത് കണ്ടുപിടിക്കുന്നതും ആ വാല്യൂ കണ്ടുപിടിക്കുന്നതും ആരാണ്? മില്ലിക്കൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് പരീക്ഷണങ്ങൾ തമ്മിൽ മാറിപ്പോരുത്. ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ നടത്തിയ പരീക്ഷണമാണ് കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണിന്റെ ചാർജ് കൃത്യമായി -1.608 × 10⁻⁻19 കൂളം എന്ന് പറയുന്ന ഈ ചാർജ് കണ്ടുപിടിക്കാൻ മില്ലിഗൻ നടത്തിയ പരീക്ഷണമാണ് ഇതെന്ന് പറയുന്നത് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെ തോംസൺ ഇതിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയായിട്ടാണ് 9.1 × 10⁻31 kg ആയിട്ടാണ്. സോ പെട്ടെന്നൊന്ന് പഠിച്ചോ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, വർഷം 1897, പരീക്ഷണം കാഥോഡ് റേ എക്സ്പെരിമെന്റ്. ലൈറ്റസ്റ്റ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണ്, ആറ്റത്തിലെ മൂവിംഗ് പാർട്ടിക്കിൾ ആണ്, ഒരു വസ്തുവിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണാണ്. ആ പേര് കൊടുത്ത് സ്റ്റോണി ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് -1.608 × 10⁻⁻19 കൂളം എന്ന് കണ്ടുപിടിച്ചത് മില്ലിഗൻ ആണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണം ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആയിരുന്നു. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 9.1 × 10⁻31 kg ആണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? അത് മറ്റാരുമല്ല, അത് ജെ തോംസൺ ആണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. വിച്ച് സ്കെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലിസ്റ്റ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് സ്കെഡ്യൂളിലാണ് സ്റ്റേറ്റ്സിനെ പറ്റിയും യൂണിയൻ ടെറിട്ടറിയെ പറ്റിയും അവരുടെ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ് വിട്ടുപോയി. നിങ്ങൾ ഇതൊരു പരീക്ഷയായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ 30 ചോദ്യങ്ങൾ 25 ചോദ്യങ്ങൾ 35 ചോദ്യങ്ങൾ ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് ചോദ്യങ്ങളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. നമ്മളെ പഴയ പരിപാടി തന്നെ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് പറ്റിയെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇത് കഴിയുമ്പോൾ ക്ലാസ് കഴിയുമ്പോൾ ഇപ്പൊ നാളെ കഴിഞ്ഞെന്നറിയാം, അതിൽ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതൊന്ന് കൗണ്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക പറ്റിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സ്വയം നിങ്ങൾ മെഷർ ചെയ്യണം. ഇപ്പൊ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് മെഷർ ചെയ്യുക. എത്ര നിങ്ങൾക്ക് അറിയായിരുന്നു, എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയായിരുന്നു എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മെഷർ ചെയ്യുക. അത് റിവിഷന് നമ്മളെ തന്നെ നമുക്ക് അളക്കാൻ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. കാരണം ഇതേ സ്റ്റാൻഡേർഡിലുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ ചോദ്യങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്, ഇനിയും ടയർ 2 വരാൻ പോകുന്നത്. സോ അത് എപ്പോഴും ചെയ്യുക, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വരുന്നത് ഏത് സ്കെഡ്യൂളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണുള്ളത് അല്ലെങ്കിൽ എത്ര സ്കെഡ്യൂളുകളാണുള്ളത്? 12 എണ്ണമാണുള്ളത് അല്ലേ. അതിൽ ആദ്യത്തേതിലാണ് ഏത് വരുന്നത്? നമ്മുടെ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വരുന്നത് അല്ലെ. ഓർക്കാനുള്ള കോഡാണ് TS ഓഫ് ഓൾട്ട് PM എന്നുള്ളതാണ്, അറിയുന്നതായിരിക്കും. ഞാൻ വീണ്ടും അതിലോട്ടൊന്നും പോകുന്നില്ല, പൊളിറ്റിയിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ആദ്യത്തെയാണ് എന്ന് പറയുന്നത് ടെറിട്ടറി എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വരുന്ന ഏതിലാണ്? നമ്മുടെ സ്കെഡ്യൂൾ 1-ലാണ്. ഒന്നാമത്തെ സ്കെഡ്യൂളാണ് എന്ത് ചെയ്യുന്നത്, അതിനെപ്പറ്റി സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് സ്കെഡ്യൂളാണ്. അപ്പൊ വീണ്ടും 5 ചോദ്യങ്ങൾ പഠിച്ചു, വീണ്ടും പഠിച്ചില്ല, ആദ്യമായിട്ടാണ് പഠിച്ചത്. 5 ചോദ്യങ്ങൾ പഠിച്ചു, കുറച്ചെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് റിവൈസ് ചെയ്തുതരാം. ഒരു ഹൈക്കോടതി ജഡ്ജിനെ മറ്റൊരു ഹൈക്കോടതിയിലോട്ട് മാറ്റാനുള്ള അതോറിറ്റി ഉള്ളത് രാഷ്ട്രപതിക്കാണ്. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 222 ആണ്. UNITAR എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്നാണ്. ഒരു ഫുഡ് ചെയിനിൽ പ്രൈമറി കൺസ്യൂമറും സെക്കൻഡറി കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സ് പ്ലാന്റ്സിനെ മാത്രമേ കഴിക്കുള്ളൂ, മുയലാണ് മനസ്സിൽ വരേണ്ടത്. സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവരാണ്. നമ്മളിൽ എന്തുണ്ട്, സസ്യാഹാരികളുണ്ട്, അതുപോലെ എന്തുണ്ട്, മാംസാഹാരികളുണ്ട് അല്ലെ. നമ്മൾ ആ പ്രൈമറി കൺസ്യൂമേഴ്സിനെയും തിന്നും, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയും തിന്നുന്നവരാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. നടത്തിയ പരീക്ഷണം കാഥോഡ് റേ എക്സ്പെരിമെന്റ് ആണ്. ആറ്റത്തിലെ ലൈറ്റസ്റ്റ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണ്, ചലിക്കുന്ന പാർട്ടിക്കിൾ ആണ്. ഒരു വസ്തുവിന്റെ രാസപ്രവർത്തനം ഡിറ്റർമിൻ ചെയ്യുന്നത് ഇലക്ട്രോൺ വെച്ചിട്ടാണ്. പേര് കൊടുത്തത് സ്റ്റോണി ആണ്. ചാർജ് ഡിറ്റർമിൻ ചെയ്തത് മില്ലിക്കൻ ആണ്. എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആണ്. വാല്യൂ കണ്ടുപിടിച്ചത് -1.608 × 10⁻⁻19 കൂളം ആണ്. അതുപോലെ തന്നെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജെ തോംസൺ തന്നെയാണ്. അത് 9.1 × 10⁻31 kg-യുമാണ്. അഞ്ചാമത്തെ ചോദ്യം ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 12 സ്കെഡ്യൂളുകളിലെ ഒന്നാമത്തെ സ്കെഡ്യൂളാണ്. സോ ഫസ്റ്റ് സ്കെഡ്യൂളാണ്. അപ്പൊ സെറ്റല്ലേ? 5 ചോദ്യങ്ങൾ പഠിച്ചില്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം. ഫ്രൂട്ട്സ് പ്രിസർവ്ഡ് ഇൻ കോൾഡ് സ്റ്റോറേജ് ലാസ്റ്റ് ലോങ്ങർ. പഴങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ലാസ്റ്റ് ലോങ്ങർ ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഓഫ് ഫ്രൂട്ട്സ് ഈസ് റെഡ്യൂസ്ഡ്. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമല്ല.
അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കുക. ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ, ബാക്കി 3 ഓപ്ഷൻസും അത്ര നമുക്ക് കിട്ടുന്നൊന്നുമല്ല. ഐ മീൻ കിട്ടുന്നില്ല മീൻസ് വായിച്ചാൽ നമുക്ക് അതെല്ലാം എന്ന് മനസ്സിലാവുന്നതാണ്, വെറും ലോജിക്കാണ്. ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഓഫ് ഫ്രൂട്ട്സ് ഈസ് ഡിക്രീസ്ഡ്. ആ ഫ്രൂട്ട്സിൻ്റെ റെസ്പിറേഷൻ്റെ റേറ്റ് കുറയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോൾഡ് സ്റ്റോറേജിൽ അത് കൂടുതൽ സമയം ലാസ്റ്റ് ചെയ്യുന്നത്. 7ാമത്തെ ചോദ്യം, ദ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് വിച്ച് ഈസ് വൺ ഓഫ് ദ 4 ഹോളി സൈറ്റ്സ് റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് ലോർഡ് ബുദ്ധ ഈസ് ലൊക്കേറ്റഡ് ഇൻ. ബുദ്ധന്റെ ജീവിതത്തിലെ 4 പ്രധാനപ്പെട്ട സൈറ്റുകളിൽ ഒന്നായിട്ടുള്ള മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സാധാരണ നമ്മളോട് ചോദിക്കാറുള്ളത് ബോധ്ഗയ എവിടെയാണെന്നാണ് ചോദിക്കാറുള്ളത്. നമുക്കറിയാം ബോധ്ഗയയുടെ പ്രത്യേകത എന്താണ്, ബുദ്ധന് ആദ്യമായി ബോധോദയം ലഭിക്കുന്ന, ബുദ്ധന് എൻലൈറ്റൻമെന്റ് കിട്ടുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ബോധ്ഗയ എന്ന് പറയുന്നത്. ആ ബോധ്ഗയ ഉള്ളത് എവിടെയാണ്, ബീഹാറിലാണ്. ആ ബോധ്ഗയയിലാണ് ഈ മഹാബോധി ടെമ്പിൾ ഉള്ളത്. മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ട് ബോധ്ഗയ ചോദിക്കുന്നതിന് പകരം അവർ മഹാബോധി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ നമ്മളോട് ചോദിച്ചല്ലോ. അപ്പൊ ഈ ബോധ്ഗയയിലുള്ള ടെമ്പിൾ ആണ് മഹാബോധി ടെമ്പിൾ. ബോധ്ഗയ നമുക്ക് എല്ലാവർക്കും അറിയാം ബീഹാറിലാണ് അല്ലെ. ബീഹാറിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധന് ബോധോദയം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. അതിന് മുമ്പ് മഹാബോധി ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ, അതിന്റെ പടം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാൻ പറഞ്ഞു. ഇതാണ് മഹാബോധി ടെമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഒപ്റ്റിക്കൽ ഫൈബർ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ എന്താ, ഇന്റർനെറ്റ് കാര്യങ്ങൾക്കായാലും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, TIR ആണ്. എന്താണ് TIR എന്ന് പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തരിക പ്രതിഫലനം എന്തോ ആണ് അതിന്റെ മലയാളം, കറക്റ്റ് മലയാളം ഓർമ്മയില്ല. എന്തായാലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി ഓർക്കാൻ പറയാറുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളത്. ഒരു ഇന്ത്യക്കാരനാണ് അല്ലെ. ആരാണ്, കപാലിഡ എന്ന് ഞാൻ ഓർക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്. ടയർ 1ലും ചോദിച്ച ചോദ്യമാണ് ഒപ്റ്റിക്കൽ ഫൈബർ ആര് കണ്ടുപിടിച്ചു എന്നുള്ളത്. ടയർ 2ലും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വട്ടത്തെ പോലെ. അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, നരീന്ദർ സിംഗ് കപാനി. അതാണ് ഞാൻ കപാലിഡ എന്ന് ഓർക്കാൻ പറയുന്നത്. നരീന്ദർ സിംഗ് കപാനിയാണ് എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ചിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം, മൗണ്ട് സെന്റ് ഹെലൻസ് ഈസ് ആൻ ആക്റ്റീവ് വോൾക്കാനോ ലൊക്കേറ്റഡ് ഇൻ. അന്താരാഷ്ട്ര ചോദ്യമാണ്. സെന്റ് ഹെലൻസ് എന്ന് പറയുന്ന ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതം സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്, അത് മറ്റെവിടെയല്ല, USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് എന്ത് ചെയ്യുന്നത് ഈ സെന്റ് ഹെലൻസ് എന്ന് പറയുന്ന ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അഗ്നിപർവ്വതം സിറ്റുവേറ്റ് ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം, which of the following is a device designed to protect electrical devices from voltage spikes. വോൾട്ടേജ് സ്പൈക്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഡിവൈസ് ഏതാണെന്നുള്ളതാണ്. എല്ലാവരും നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ഫ്യൂസ് എന്ന ആൻസർ പറയുന്നത് എനിക്കറിയാം. ഫ്യൂസ് ശരി ഉത്തരം തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജ് പ്രൊട്ടക്ടർ എന്നായിരുന്നു. എന്താണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്, സർജ് പ്രൊട്ടക്ടർ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സാധനത്തെ കേൾക്കുന്നത്, ഞാനപ്പം ഗൂഗിൾ ചെയ്തപ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴും ഫ്യൂസും സർജ് പ്രൊട്ടക്ടറും നമ്മൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം ഫ്യൂസ് പോയി എന്താ സംഭവിക്കുക, നമ്മുടെ വീട്ടിലെ കറണ്ട് മൊത്തം പോകും അല്ലെ, ഫ്യൂസ് അടിച്ചു പോയി നമ്മൾ പറയാറുള്ളത്. അതേസമയം സർജ് പ്രൊട്ടക്ടർ, ഇത് ഇലക്ട്രിക്കലുകാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാട്ടോ, ഞാൻ ചിലപ്പോൾ മണ്ടത്തരായിരിക്കും പറയുന്നുണ്ടാവുക. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നതാണ്, അങ്ങനെ കണ്ടാൽ മതി. സർജ് പ്രൊട്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് പോലെ കംപ്ലീറ്റ് അടിച്ചു പോലെ ഇത് എന്ത് ചെയ്യും, ആ ഒരു സ്പൈക്കും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ആ ഒരു ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത് സർജ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർജ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്. ഫ്യൂസിന് എന്തുണ്ട്, എല്ലാവരും നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ വ്യത്യാസമാണ്, ഫ്യൂസ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ട് മൊത്തം അടിച്ചു, അതേസമയം സർജ് പ്രൊട്ടക്ടർ എന്ത് ചെയ്യും, ഇങ്ങനെ വരുന്ന സ്പൈക്സും അതുപോലെ തന്നെ ഡൗണും എല്ലാം എന്ത് ചെയ്യും, അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും 5 ചോദ്യം പഠിച്ചല്ലോ. ഫ്രൂട്ട്സ് കോൾഡ് സ്റ്റോറേജിൽ പ്രിസർവ് ചെയ്യപ്പെടുന്ന റേറ്റ് ഓഫ് റെസ്പിറേഷൻ കുറവായതുകൊണ്ടാണ്. മഹാബോധി ടെമ്പിൾ ബോധ്ഗയയിലാണ്, സോ ഒബ്വിയസ്ലി ബീഹാറിലാണ്. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, കണ്ടുപിടിച്ചത് നരേന്ദർ സിംഗ് കപാലിയാണ്. കപാലി എന്നുകൊണ്ട് കപാലിയ വരുന്നത്. സെന്റ് ഹെലൻ എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഇപ്പോഴും സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതം സിറ്റുവേറ്റ് ചെയ്യുന്നത് USA സ്പൈക്സിൽ നിന്നും വീട്ടിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഫ്യൂസും കറക്റ്റ് ആണ്, പക്ഷെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഏതാണ്, സർജ് പ്രൊട്ടക്ടർ ആണ്. സെറ്റ് അല്ലേ, 5 ചോദ്യങ്ങൾ പഠിച്ചില്ലേ. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം, കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ Email ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ടാവും.
ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ഐ ഡി നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലൂടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഹിസ്റ്ററി ഒഴികെ കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ് അങ്ങനെയല്ല, അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPCക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനോട് ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGLനോ CHSLനോ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടെ എന്തുകൂടി നിങ്ങൾ പഠിക്കണം, അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL CHSL MTS NTPC ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്, ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണുക, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGL അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക, എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ബിക്കം കാർബൺ നെഗറ്റീവ്? കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ളത് ഏത് രാജ്യമാണ്? ആദ്യമായിട്ട് കാർബൺ നെഗറ്റീവ് ആവുക എന്ന് പറയുന്നത് അച്ചീവ് ചെയ്ത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വല്ല യൂറോപ്യൻ കൺട്രിയൊക്കെ ആവുമെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, അത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭൂട്ടാനാണ് ലോകത്തിൽ തന്നെ ആദ്യമായി കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം, ഹൗ മച്ച് ടൈം ഡസ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് take to complete one orbit at the height of 35,790 കിലോമീറ്റർ? ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമുക്കറിയാം എന്ത് ചെയ്യാണ്, ഭൂമിക്ക് ചുറ്റും എന്ത് ചെയ്യുന്നതാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് ആണ്. അത് അതിൻ്റെ ഓർബിറ്റിൽ ഒരു വട്ടം കറങ്ങി തീർക്കാനായിട്ട് എത്ര സമയം എടുക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 35,790 കിലോമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഓപ്ഷനിൽ ഉണ്ടാവാറുള്ളത് 36,000 കിലോമീറ്റർ ആണ്. സോ ആദ്യം ആ പോയിന്റ് തന്നെ നോട്ട് ചെയ്യുക. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഏകദേശം 36,000 കിലോമീറ്റർ ആണ്. ഇനി എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റലൈറ്റ്സ് വിച്ച് റിവോൾവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എർത്ത് റൊട്ടേഷൻ. ഭൂമി എങ്ങോട്ടാണോ കറങ്ങുന്നത് അതേ ഡയറക്ഷനിൽ കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 24 മണിക്കൂറാണ് അവരുടെ പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു വട്ടം ഭൂമി കറങ്ങിത്തരാൻ എത്ര എടുക്കും, 24 എടുക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരെ ജിയോ സ്റ്റേഷനറി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ഒറ്റ സ്പോട്ടിൽ നിന്നിട്ടാണ് കറങ്ങുക. അതുകൊണ്ട് ഈ സാറ്റലൈറ്റ് കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും,
ഒരു ഭൂമിയുടെ ഒരു സ്പോട്ടിൽ എന്ത് ചെയ്തിരിക്കുക, പോയിന്റ് ഇരിക്കുക, അവിടെ തന്നെ എന്ത് ചെയ്യുക, ഭൂമി കറങ്ങുന്ന അതേ വേഗതയിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തെ ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, ഈ സാറ്റലൈറ്റ് വഴി കിട്ടുന്നത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് തോന്നുക, ഈ സാറ്റലൈറ്റ് സ്റ്റേഷനറി ആയിട്ട് തോന്നുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ജിയോ സ്റ്റേഷനറി എന്ന് വിളിക്കുന്നത്. ഈ മഞ്ഞ എന്ന് പറയുന്നത്, റൗണ്ട് എന്ന് പറയുന്ന സാറ്റലൈറ്റിന്റെ ഓർബിറ്റ് ആണ്. നിങ്ങൾക്ക് നോക്കിക്കാണാം, ഒരൊറ്റ പോയിന്റിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വട്ടം കറങ്ങി തീർക്കാൻ, അപ്പോൾ ഭൂമിയെ ഒരു വട്ടം കറങ്ങിത്തീരും, എന്ത് ചെയ്യും, ഈ സാറ്റലൈറ്റും ഒരു വട്ടം കറങ്ങിത്തീരും. അതുകൊണ്ടാണ് ഈ സാറ്റലൈറ്റിന്റെ റെവല്യൂഷൻ ടൈം എത്രയാണ് നമ്മൾ പറയുന്നത്, 24 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയില്ലേ? വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 36,000 കിലോമീറ്റർ ആണ്. അവർ ചോദ്യത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് 35,790 കിലോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഇനി ഇത് കറങ്ങുന്ന ഓർബിറ്റ്, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്ന ഈ ഒരു ഓർബിറ്റ് ഉണ്ടല്ലോ, ഈ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന റെവല്യൂഷൻ നടത്തുന്ന ആ ഒരു പാത എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ആ ഓർബിറ്റ് ആണ് എന്ന് പറയുന്നത് പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പർപ്പസസിന്, ലൈവ് ടെലികാസ്റ്റിന്, വെതർ ഫോർകാസ്റ്റിങ്ങിന് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ കവറേജിന് നമുക്ക് ഒരുപാട് സാറ്റലൈറ്റ്സ് ഒന്നും വേണ്ട. ഒരു പോയിന്റ് എന്ന് പറഞ്ഞാലും ആ ഏരിയയിൽ വലിയൊരു ഏരിയ ഇതിനെ കവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ 3 സാറ്റലൈറ്റ്സ് ഉണ്ടെങ്കിൽ, 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഹോൾ എർത്തിന്റെ വേണ്ട കാര്യങ്ങളെല്ലാം, കമ്മ്യൂണിക്കേഷനോ ലൈവ് ടെലികാസ്റ്റോ വെതറോ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയുടെ റൊട്ടേഷൻ അതേ ഡയറക്ഷനിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് ആണ് നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഭൂമി ഇറങ്ങാൻ ഒരു ദിവസം 24 മണിക്കൂറാണ് എടുക്കുന്നത്. സോ അതേസമയം ഈ സാറ്റലൈറ്റും ഒരു വട്ടം അതിനെ കറങ്ങി വരാൻ എടുക്കുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 36,000 കിലോമീറ്റർ ആണ്. കറക്റ്റായി പറഞ്ഞാൽ 35,790 കിലോമീറ്റർ ആണ്. ഇത് കറങ്ങുന്ന പാതയെ നമ്മൾ പാർക്കിംഗ് ഓർബിറ്റ് എന്ന് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും ലൈവ് ടെലികാസ്റ്റ് പർപ്പസിനും വെതർ പർപ്പസിനും എല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അൺഇൻറ്ററപ്റ്റഡ് ഗ്ലോബൽ കവറേജിനായിട്ട് നമുക്ക് വേണ്ട ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ എണ്ണം എത്രയാണ്, 3 ആണെന്നും ഓർത്തു വെക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടിയില്ലേ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിനെ പറ്റിയിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. ദ ഗാന്ധാര ആർട്ട് a style of Buddhist visual art that developed between 1st century BC and 7th century BC flourished largely during the Dash dynasty. ഗാന്ധാര ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ബുദ്ധിസ്റ്റ് വിഷ്വൽ ആർട്ടാണ്. അതായത് ഗ്രീക്കും നമ്മുടെ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള, ഇന്ത്യയൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് വിഷ്വൽ ആർട്ടാണ് ഇതെന്ന് പറയുന്നത്, ഗാന്ധാര ആർട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ഈ ബുദ്ധൻ ഗാന്ധാര ബുദ്ധ എന്ന് അതിനെ പറയാം. അതായത് ഇത്രയും പ്രിസൈസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ കണ്ട പ്രതിമകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ അതിന് ഗ്രാജുവലി വന്നപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്കൾപ്ചർ മേക്കിങ്ങിലൊന്നും അത്ര വലിയൊരു ആ ഒരു സമയത്ത് വലിയ സംഭവമൊന്നും ആയിട്ടില്ല. പക്ഷെ അതെന്നെല്ലാം മാറി ഗ്രീസിലെല്ലാം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവിടെയെല്ലാം ചെയ്യുന്ന പോലെ വളരെ പ്രിസൈസ് ആയിട്ടതാണ് ഈ ഒരു ഫോൾഡൊക്കെ അത്രയും പ്രിസൈസ് ആയിട്ട് അത്രയും നന്നായിട്ട് ചെയ്തു തുടങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാന്ധാര ആർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അതൊരു കൈൻഡ് ഓഫ് ബുദ്ധിസ്റ്റ് വിഷ്വൽ ആർട്ടായിരുന്നു. ഇത് 1ാം സെഞ്ചുറി ബി സിക്കും 7ാം സെഞ്ചുറി ബി സിക്കും ഇടയിലാണ് ഫ്ലറിഷ്ഡ് ആവുന്നത്. ഇതിന്റെ ഒരു പരമോന്നതിയിൽ എത്തിയത്, അതിന്റെ പീക്കിൽ എത്തിയത് ഏത് ഡൈനാസ്റ്റിയുടെ കാലത്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കുഷാനാസ് ആണ്. അപ്പൊ ഗാന്ധാര ആർട്ട് ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കുഷാനാസുമായിട്ടാണ് ഗാന്ധാര ആർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. 14ാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഇസ് ദ കറന്റ് ലോകായുക്ത ഓഫ് ഡൽഹി. ഡൽഹിയുടെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ ചോദ്യം ആൻസർ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരണം. കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിലെ ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതായത് കാലപ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങൾ, കാരണം ഡൽഹിക്ക് ഒരു ലോകായുക്ത ഉണ്ടാകും, അതുപോലത്തെ അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ നടന്ന സംഭവ വികാസങ്ങളെ ബേസ് ചെയ്തുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇനി ആവശ്യമില്ലല്ലോ, നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതുപോലത്തെ ചോദ്യങ്ങളാണെങ്കിൽ ഇതിന്റെ അന്നത്തെ ഉത്തരം ആയിരിക്കില്ല ഇന്നത്തെ ഉത്തരം, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. സ്റ്റിൽ എന്താണ്, അത് വാലിഡ് ആണ്. ഇനിയും ഇതുപോലത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ള പണിയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. അതും ഇതുപോലൊരു ചോദ്യമാണ്. ആസ് envisaged in the Constitution of India with respect to Supreme Court, number of judges Amendment Act 2008, there shall be a Supreme Court of India consisting of a Chief Justice of India and not more than dash other judges. കാര്യം കണ്ട ഞാൻ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറഞ്ഞുതരാം. സുപ്രീം കോർട്ടിലെ മാക്സിമം നമ്പർ ഓഫ് ജഡ്ജസിന്റെ എണ്ണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അമെൻമെന്റ് ആക്ട് 2008 വന്നിട്ടുണ്ട്. ആ വന്ന അമെൻമെന്റ് ആക്ട് പ്രകാരം എത്ര എണ്ണാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനിപ്പോൾ പ്രസക്തിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്, മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 2019 ഒരു പുതിയ ബില്ല് വന്നതിലൂടെ ഈ സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാക്കി കൂട്ടിയിട്ടുണ്ട്, മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 34 ആക്കി കൂട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 30
ആൻസർ വരിക. പക്ഷെ ഇപ്പൊ നമുക്ക് എത്രയാണത് 34ആണ്. 33 ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരാളും, അങ്ങനെ 33+1 ഇപ്പൊ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ് 34 പേരാണ്. ഏതാണ് 2019 വന്ന ബില്ലാണ്. സോ അത് എന്ത് ചെയ്യാം ഒന്ന് ഓർത്ത് വയ്ക്കുക. 2009 ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം ഇത് പഠിക്കാം. 2019 34 പേരാണ് എന്തെന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൽ മാക്സിമം ഉണ്ടാവാൻ പറ്റുന്ന ജഡ്ജികളുടെ എണ്ണം എന്ന് പറയുന്നത്. 34 ഒന്നാരാണ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ്. സോ മൊത്തം എത്ര പേര് 33. 33+1 34 ആണെന്ന് എന്ത് ചെയ്യുക ഓർക്കുക. അപ്പൊ വീണ്ടും 5 ചോദ്യങ്ങൾ പഠിച്ചില്ലേ, ഞാൻ പെട്ടെന്ന് റിവൈസ് ചെയ്ത് തരാം. കാർബൺ നെഗറ്റീവ് ആയ ആദ്യത്തെ രാജ്യം ഭൂട്ടാനാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 36,000 കിലോമീറ്റർ ആണ്. അവ കറങ്ങുന്ന ഓർബിറ്റ് എന്ന് പറയുന്നത് പാർക്കിംഗ് ഓർബിറ്റ് ആണ്. അവരൊരു റെവല്യൂഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. മാക്സിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഫോർ അൺഇന്ററപ്റ്റഡ് ഗ്ലോബൽ കവറേജ് എന്ന് പറയുന്നത് 3 ആണ്. ഗാന്ധാര ആർട്ട് കുഷ്നാസിന്റെ കാലഘട്ടത്താണ് അതിന്റെ ഏറ്റവും എന്താ പറയുക പീക്കിലെത്തിയത്. ഡൽഹിയുടെ ലോകായുക്തം നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും. സുപ്രീം കോർട്ടിലെ മാക്സിമം ജഡ്ജസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 34 ആണ്, ഇൻക്ലൂഡിംഗ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സെറ്റ് അല്ലേ? 15 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മുടെ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ വിൻഡോ ബേസ്ഡ് കമ്പ്യൂട്ടർ 2 ഫയൽസ് കനോട്ട് ബി ഇൻ ദ സെയിം ഫോൾഡർ. ഒരു വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡറിൽ 2 ഫയലുകൾക്ക് നിൽക്കാൻ പറ്റില്ല. എപ്പോഴാണ് നിൽക്കാൻ പറ്റുന്നുള്ള ഓപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരേ പേരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ഒരു ഫോൾഡറിനകത്ത് 2 ഫയലുകൾക്ക് നിൽക്കാൻ പറ്റും. ഒരേ പേരാണെങ്കിൽ പറ്റും. എങ്ങനെയാണെങ്കിൽ എന്നറിയോ, ഇതിന്റെ ഫയൽ ടൈപ്പ് ഡിഫറെന്റ് ആണെങ്കിൽ, അതായത് ഒരെണ്ണം JPEG ഫോട്ടോ ആണ്, ഒരെണ്ണം ഇപ്പം എന്താ MKV അല്ലെങ്കിൽ MP4 വീഡിയോ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിനും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരേ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ ഒരേ പേരും ഒരേ ഫയൽ ടൈപ്പും ആണെങ്കിൽ, ഇപ്പോൾ രണ്ടും JPEG ആണ് അല്ലെ, രണ്ടും ഫോട്ടോ ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് റീനെയിം ആവും അല്ലെ. ഇപ്പോൾ ഒരു ഫോട്ടോന്റെ പേര് AA.jpg ആണെന്ന് വിചാരിക്കുക. നമ്മൾ അടുത്തതിന് AA.jpg എന്ന് ഇടാൻ പറ്റില്ല. അവർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ റീനെയിം ചെയ്യും? AA1.jpg എന്ന് എന്ത് ചെയ്യാറുണ്ട്? റീനെയിം ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ, രണ്ടും ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റ് ആണെങ്കിൽ, ഇപ്പോൾ AA.jpg എന്ന് കൊടുക്കുന്നതിലും AA.mkv എന്നൊരു ഫോൾഡറിനകത്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. സെയിം നെയിമും ഒരേ പേരും ഒരേ ഫയൽ ടൈപ്പ് ആണെങ്കിൽ ഒരു ഫോൾഡറിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കമ്പ്യൂട്ടറിൽ 2 ഫയലുകൾ സൂക്ഷിക്കാൻ പറ്റില്ല. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് മോണോസാക്കറൈഡ് ഷുഗർ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? മോണോസാക്കറൈഡും ഡൈസാക്കറൈഡും എല്ലാം ഉണ്ട്. എന്താണ് ഈ മോണോസാക്കറൈഡ്, എന്താണ് ഈ ഡൈസാക്കറൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഇനി ഇതിന്ന് വീണ്ടും ചെറുതായിട്ട് വരാൻ ഒന്നുമില്ലാത്ത ഷുഗേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ മോണോസാക്കറൈഡ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഡൈസാക്കറൈഡ്സ് ഷുഗേഴ്സിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ അത് വീണ്ടും രണ്ട് മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറും. അതാണ് ഇതിന്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമ്പിൾ മെയിൻ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. മോണോസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും. അതേസമയം സൂക്രോസും ലാക്ടോസും മാൾട്ടോസും എന്തിന് എക്സാമ്പിൾ ആണ്? ഡൈസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇതിൽ ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മോണോസാക്കറൈഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫോം ഓഫ് മോണോസാക്കറൈഡ് ഷുഗർ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാൾട്ടോസ് എന്നാണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ മാൾട്ടോസ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഏതൊക്കെയാണ് മോണോസാക്കറൈഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും. ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത് സൂക്രോസും ലാക്ടോസും മാൾട്ടോസും ആണ്. ഡൈസാക്കറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ, ഇതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഇത് ഒന്നിൽ കൂടുതലായിട്ട് സ്പ്ലിറ്റ് ആവും. മോണോസാക്കറൈഡ് എന്തില്ല? അതാണ് ഏറ്റവും ബേസിക്. ഒറ്റയാണ്, ഒന്നേ ഉള്ളൂ. ഇനി അതിൽ എന്തില്ല? വീണ്ടും സ്പ്ലിറ്റ് ആയി വരാനോ ഡീകമ്പോസ് ചെയ്ത് വരാനോ എന്തില്ല? അതിനകത്ത് ഒന്നുമില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ മനസ്സിലായില്ലേ? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അബ്രീവിയേഷൻ ആണ്. 18ാമത്തെ ചോദ്യം. വാട്ട് ഡസ് GUI സ്റ്റാൻഡ് ഫോർ വിത്ത് റെസ്പെക്ട് ടു എ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് GUI എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. GUIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. GUIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം. ഇഫ് എ പഞ്ചായത്ത് ഈസ് ഡിസോൾവ്, ഒരു പഞ്ചായത്ത് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ഇലക്ഷൻസ് ആർ ടു ബി ഹെൽഡ് വിത്തിൻ എത്ര ദിവസത്തിനകത്ത് അവിടെ എന്ത് ചെയ്യണം? അവിടെ ഇലക്ഷൻസ് നടത്തണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പഞ്ചായത്തിന്റെ അവിടെ ഗവൺമെന്റും കാര്യങ്ങളൊന്നും ഇല്ലാതായി, അങ്ങനെയാണെങ്കിൽ എത്ര ദിവസത്തിനകത്ത് അവിടെ ഇലക്ഷൻ നടത്തുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ ഡിസൊല്യൂഷൻ നടന്നിട്ട് വിത്തിൻ 6 months എന്ത് ചെയ്യണം? 6 മാസത്തിനകത്ത് അവിടെ ഇലക്ഷൻ നടത്തി പുതിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിടണം? പുതിയ ഭരണാധികാരികളെ കൊണ്ടുവരേണ്ടതുണ്ട്. 20ാമത്തെ ചോദ്യം. ദ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് ഇന്ത്യ വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ. ഇന്ത്യയിൽ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ, പരിസ്ഥിതി സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്.
അപ്പോൾ വീണ്ടും 5 പഠിച്ചില്ലേ? ഒരു ഫോൾഡറിൽ 2 ഫയൽസിന് നിൽക്കാൻ പറ്റില്ല ഇഫ് ദേ ഹാവ് ദ സെയിം നെയിം ആൻഡ് ഇഫ് ദേ ബിലോങ്സ് ടു ദ സെയിം ഫയൽ ടൈപ്പ്. മോണോസാക്രൈഡ് ഷുഗറിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഡൈസാക്രൈഡ് ഷുഗറിന് എക്സാമ്പിൾ ആണ് സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് എന്ന് പറയുന്നത്. മോണോസാക്രൈഡ് പിന്നെ ഡീകമ്പോസ് ചെയ്യാൻ ഒന്നുമില്ല. ഡൈസാക്രൈഡ്സ് ആണെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് എന്താവും? 2 മോണോസാക്രൈഡ്സ് ആയിട്ട് മാറും. GUIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഒരു പഞ്ചായത്ത് റിസോൾവ് ആയി കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് അവിടെ ഇലക്ഷൻ നടന്നിട്ടുണ്ടാവണം, പുതിയ ഭരണാധികാരികൾ വന്നിട്ടുണ്ടാവണം. എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ വരുന്നത് 1986 സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാലോ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ മാസ്കട്ട് ഏതാണ്? നമുക്ക് മാസ്കട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ആ ഒരു എന്താ പറയാ, നമ്മൾ അതിന്റെ ഒരു മലയാളം എന്താ ഞാൻ പറയാന്ന് എനിക്കറിയില്ല. നമുക്ക് അറിയാലോ അതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ ഗെയിംസിനും ഒളിമ്പിക്സിനും അതുപോലെ തന്നെ എല്ലാ ഗെയിംസിനും ഉണ്ടാവാറുള്ളതാണ് അല്ലെ? അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ മാസ്കോട്ട് എന്ന് പറയുന്നത് ബോലു ദ ഗാർഡ് ആണ്. ബോലു എന്ന് പറയുന്ന ആനയാണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ 150ാമത്തെ ആനിവേഴ്സറിയുടെ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ മാസ്കോട്ട് എന്ന് പറയുന്നത് ബോലു എന്ന് പറയുന്ന ആനയാണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ 150ാമത്തെ ആനിവേഴ്സറിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇറക്കിയിട്ടുള്ള ഒരു മാസ്കോട്ട് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബോലു ദ എലിഫന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അവർക്ക് 2 രൂപയുടെ കോയിന്റെ പുറകിൽ ഇന്ത്യൻ റെയിൽവേയുടെ ബോലു എന്ന് പറയുന്ന മാസ്കോട്ട് ഒക്കെ വരാറുണ്ട്. എപ്പോഴും അത് കണ്ടിട്ടുണ്ടാവും. ഒരു റെയർ കോയിൻ ആണ്, എപ്പോഴും കിട്ടാറുള്ളതാണ്. എപ്പോഴും കിട്ടാറില്ല, റെയർ കോയിൻ ആണ്. ഇടയ്ക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും 22ാമത്തെ ചോദ്യം ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ നന്ദാദേവി പീക്ക് ലൊക്കേറ്റഡ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നന്ദാദേവി പീക്ക് എവിടെയാണുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. നന്ദാദേവി പീക്ക് ഉള്ളത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി കൊടുമുടി സിറ്റുവേറ്റ് ചെയ്യുന്നത്. 23ാമത്തെ ചോദ്യം അഭിനവ് ഭാരത് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ് വാസ് ഓർഗനൈസ്ഡ് ബൈ? അഭിനവ് ഭാരത് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ് സ്ഥാപിച്ചത് ആരാണ്? 2 സഹോദരന്മാർ ചേർന്നിട്ടാണ്. പക്ഷെ ഓപ്ഷനിൽ ഒരാളുടെ പേര് ഉണ്ടായിരുന്നുള്ളൂ. ആളുടെ പേരെന്ന് പറയുന്നത് VD സവർക്കർ എന്നാണ്. VD സവർക്കർ എന്നാണ് ഓപ്ഷൻ ഉണ്ടായത്. പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ഗണേഷ് ദാമോദർ സവർക്കർ അല്ലെങ്കിൽ GD സവർക്കറും കൂടി എന്തുണ്ട്? ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കറും GD സവർക്കറും ചേർന്നിട്ടാണ്. VD സവർക്കർ ആൻഡ് GD സവർക്കർ, സവർക്കർ ബ്രദേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. വിനായക് ദാമോദർ സവർക്കർ, ഗണേഷ് ദാമോദർ സവർക്കർ ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. 24ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിലീജിയസ് ടെക്സ്റ്റ് ഓഫ് ജ്യൂസിന്റെ ജൂതന്മാരുടെ റിലീജിയസ് ടെക്സ്റ്റ് ഏതാണ്? മുസ്ലിംസിന് ഖുർആൻ ഉള്ളതുപോലെ ക്രിസ്ത്യൻസിന് ബൈബിൾ ഉള്ളതുപോലെ ജൂതന്മാരുടെ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ടോറ എന്ന് പറയുന്നതാണ് അവരുടെ എന്തെന്ന് ഒഫീഷ്യൽ മതഗ്രന്ഥം. അവരുടെ ഹോളി ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഹോളി ബുക്ക് എന്ന് പറയുന്നത് ടോറ എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പണി തരട്ടെ. പലപ്പോഴും ചോദിക്കാറുള്ളതാണ് സിഖുകാരുടെ ഒഫീഷ്യൽ ഗ്രന്ഥം ഏതാണ് എന്ന് എന്ത് ചെയ്യുക? എനിക്ക് താഴെ പറഞ്ഞുതരാം. സിഖുകാരുടെ ഒഫീഷ്യൽ ഗ്രന്ഥമല്ല, ഹോളി ബുക്ക് അല്ലെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റ് ഏതാണ്? താഴെ പറഞ്ഞുതരാം. ബുദ്ധന്മാരുടെ ത്രിപീഠകാസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 25ാമത്തെ ചോദ്യം Who was the Governor General of India during the Sepoy Mutiny of Indian Freedom Struggle? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ സമരമായിട്ടുള്ള സെപ്പോയ് മ്യൂട്ടിനി, സിപ്പായി ലഹള അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം, റിവോൾട്ട് ഓഫ് 1857, അതിലെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഗവർണർ ജനറൽ ആണ് ആരെന്ന് പറയുന്നത്? ലോർഡ് കാനിങ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഇദ്ദേഹം എന്താവുന്നത്? 1857 റിവോൾട്ടിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ജനറൽ എന്തായിട്ടൊക്കെ മാറുന്നത്? വൈസ്രോയ് ആയിട്ടൊക്കെ മാറുന്നത്. അപ്പൊ സിപ്പായി ലഹളയുടെ സമയത്ത് ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആണ്. ആ സമയത്ത് മുഗൾ ഭരണാധികാരി ആരാണ് എന്നും ചോദിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും ഒന്ന് ഓർക്കുക. ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ ജഫർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ആ സമയത്ത് ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത്. അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവാദി തന്നെയാണ് ഇതേ ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ ജഫർ തന്നെയാണ്. വീണ്ടും 5 പഠിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ മാസ്കോട്ട് എന്ന് പറയുന്നത് ബോലു എന്ന് പറയുന്ന ആനക്കുട്ടിയാണ്. ബോലു ദ ഗാർഡ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇന്ത്യയുടെ 150ാം വാർഷികത്തിന് ലോഞ്ച് ചെയ്ത ഒരു മാസ്കോട്ട് ആണ് അതെന്ന് പറയുന്നത്. നന്ദാദേവി പീക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിക്കുന്നത് VD സവർക്കറും ഗണേഷ് D സവർക്കറും ചേർന്നിട്ടാണ്. അതുപോലെ ജ്യൂസിന്റെ മതഗ്രന്ഥം എന്ന് പറയുന്നത് തോറയാണ്. 6ന്റെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. സെപ്പോയ് മ്യൂട്ടിനിയുടെ കാലത്ത് ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആണ്. ആ സമയത്തെ മുഗൾ ഭരണാധികാരി ഇന്ത്യയുടെ തന്നെ അവസാനത്തെ മുഗൾ ഭരണാധികാരി ആയിട്ടുള്ള ബഹദൂർ ഷാ സഫർ ആണെന്നും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ അവസാനത്തെ സെറ്റിലോട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ടും പോവുകയാണ്. 26ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ മേക്സ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ? റേഡിയോ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ ആക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ പറ്റി വൈകാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചോദ്യം വരുന്നുണ്ട്. അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ലെയറും പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, റേഡിയോ കമ്മ്യൂണിക്കേഷൻ നമ്മളെ പോസിബിൾ ആകുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ എന്ന് പറയുന്നത് ഏതാണ്? അയണോസ്ഫിയർ ആണ്. റിഫ്ലക്ഷൻ കൊണ്ടാണ് എന്ത് നമുക്ക് കിട്ടുന്നത് അല്ലേ? നമ്മൾ മേലോട്ട് അയക്കുന്നു, അവിടെ തട്ടി തിരിച്ചു വരുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇവിടെ കേൾക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന
അറ്റ്മോസ്ഫിയറിക് ലെയർ അന്തരീക്ഷത്തിലെ പാളി എന്ന് പറയുന്ന ഏതാണ്? അയണോസ്ഫിയർ ആണ്. 27ാമത്തെ ചോദ്യം, ദ അജന്ത കേവ് പെയിന്റിംഗ്സ് ആർ എ ടെസ്റ്റിമണി ടു ദ ഗോൾഡൻ ഏജ് ഓഫ് ഡാഷ് ഇൻ ഇന്ത്യ. അജന്ത കേവ് പെയിന്റിംഗ്സ് ഏത് മതവുമായി ബന്ധപ്പെട്ട പെയിന്റിംഗ്സ് ആണ് പ്രധാനമായി ഉള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അജന്ത കേവ്സിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്റിംഗ്സ് ആണ്? ബുദ്ധ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധന്റെ ആ ഒരു സുവർണ്ണ കാലഘട്ടത്തെ പറ്റിയുള്ള പെയിന്റിംഗ്സ് ആണ് എവിടെ ഉള്ളത്? അജന്ത കേവിലുള്ളത്, അജന്ത ഗുഹകളിലുള്ളത്. 28ാമത്തെ ചോദ്യം, എ ലിക്വിഡ് ഡ്രോപ്പ് contracts because of the attraction of its particles and occupies the smallest possible area. ഒരു വെള്ളത്തുള്ളി എപ്പോഴും ഇത് സാധാരണ ചോദിക്കാറുള്ളത് ഇറ്റ് അസ്യൂംസ് സ്ഫെറിക്കൽ ഷേപ്പ് ബിക്കോസ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ സർഫസ് ഏരിയ വരുന്നത് ഏത് കേസിലാണ്? ഒരു സ്ഫിയർ ആവുമ്പോഴാണ്. അതുകൊണ്ടാണ് വെള്ളത്തുള്ളികൾ എന്ത് ചെയ്യുന്നത്? സ്ഫെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത്. അതിനുള്ള റീസൺ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ലിക്വിഡ് സർഫസ് ടു ഡിക്രീസ് ഇറ്റ്സ് സർഫസ് ഏരിയ ടു മിനിമം ആസ് ഇഫ് ഇറ്റ് വർ അണ്ടർ ടെൻഷൻ ലൈക്ക് എ സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. വെള്ളം ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിട്ട് അതിന്റെ ഏറ്റവും സർഫസ് ഏരിയ കുറയ്ക്കാൻ പറ്റുന്ന അത്രയും രീതിയിലോട്ട് കുറച്ച് വരുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ അല്ലേ? അതുകൊണ്ടാണ് ഈ മഴത്തുള്ളികൾ താഴെ വീഴുമ്പോൾ എന്തിന് സ്ഫെറിക്കൽ ഷേപ്പ് വരുന്നത്? ലിക്വിഡ് ഡ്രോപ്പ് അറ്റൈൻ സ്ഫെറിക്കൽ ഷേപ്പ് ബിക്കോസ് സ്ഫിയർ ഹാസ് മിനിമം സർഫസ് ഏരിയ. ഇതിനെ ബേസ് ചെയ്താണ് എന്തിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ച ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന് റീസണും എന്ത് തന്നെയാണ്? സർഫസ് ടെൻഷൻ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ലെങ്ത് ആണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത്. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ലെങ്ത് ആണ്. അത് അറിയുന്നവന് പറയാൻ പറ്റും. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നും ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ എന്നാണ്. സോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി സർഫസ് ടെൻഷൻ ഉണ്ടാവുന്ന സർഫസ് ടെൻഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഹാപ്പൻസ് ഡ്യൂ ടു എന്ന് പറഞ്ഞ ചോദ്യം വരാറുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് കൊഹഷൻ. കൊഹഷൻ എന്താണ്? സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ കൊഹഷൻ എന്ന് പറയുന്നത് അല്ലെ? ഒരേ തരത്തിലുള്ള തന്മാത്രകൾ പരസ്പരം അട്രാക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതിനെ നമ്മൾ കൊഹഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം സർഫസ് ടെൻഷൻ ആണ്. പിന്നെയും സർഫസ് ടെൻഷനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. വാം സൂപ്പ്, ചൂടുള്ള സൂപ്പിന് ടേസ്റ്റ് കൂടുതലാണ്. എന്താണ് അതിന് കാരണം ചോദിക്കാറുണ്ട്? സർഫസ് ടെൻഷൻ ആണ്. കാരണം ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ കുറയും. അപ്പൊ ചൂട് കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുമ്പോൾ നാവിന്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? ഈ സൂപ്പ് സ്പ്രെഡ് ആവും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നും. അതുപോലെ ഡിറ്റർജൻസ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ തുണികൾ കഴുകാൻ എളുപ്പമാണ്. സെയിം ഫിനോമിനൻ ആണ്, സെയിം പ്രൊസീജിയർ ആണ്. ഈ ഡിറ്റർജൻസ് അല്ലെങ്കിൽ സോപ്പ് വരുമ്പോൾ വെള്ളത്തിൽ കലരുമ്പോൾ അതിന്റെ സർഫസ് ടെൻഷൻ കുറയും. അപ്പൊ എന്ത് ചെയ്യും? തുണികളുടെ ഉള്ളിലോട്ട് ഇതിന് കയറി ചെല്ലാം. ഇതൊരു സ്ട്രക്ചർ മെമ്പർ ഇങ്ങനെ വലിഞ്ഞിരിക്കില്ല, എല്ലാ ഭാഗത്തോട്ടും കയറി ചെല്ലാം. ഇങ്ങനെ അഴിച്ചു വിടുകയാണ് സർഫസ് ടെൻഷൻ കുറയാന്ന് പറയുമ്പോൾ. സർഫസ് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ലിറ്ററലി ഇത് ആലോചിച്ചാൽ മതി. അപ്പോൾ സോപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തോട്ടും കയറി ചെല്ലാനും ഉള്ളിലോട്ടൊക്കെ കയറി ചെന്നാൽ അഴുക്ക് റിമൂവ് ചെയ്യാനും എന്ത് ചെയ്യും? ഇതിന് പറ്റും അല്ലെ? ആന്റിസെപ്റ്റിക്സിനും നമ്മൾ സെയിം വർക്കിംഗ് പറഞ്ഞിട്ടുള്ളതാണ്. ഡെറ്റോൾ പോലാത്ത നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിസെപ്റ്റിക്സിനെല്ലാം എന്തുണ്ട്? ഇത് സർഫസ് ടെൻഷൻ വളരെ കുറവായിരിക്കും. എന്നാലേ മുറിയുടെ ഉള്ളിലോട്ടൊക്കെ കയറി ചെന്ന് അവിടെ അണുക്കളേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന് കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ ഫിനോമിനൻസ് സർഫസ് ടെൻഷനെ പറ്റി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണം ഞാൻ പറഞ്ഞത് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യാനുള്ള മിനിമം സർഫസ് ഏരിയ വരുന്ന സ്ഫെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യാനുള്ള ഒരു വെള്ളത്തിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് പെർ ലെങ്ത് ആണ്. സോറി, അതിന്റെ ഫോർമുല എന്ന് പറയുന്ന ഫോഴ്സ് പെർ ലെങ്ത് ആണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇത് ഉണ്ടാവുന്നത് കൊഹീഷൻ കൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്ഫെറിക്കൽ ഷേപ്പ് ആണ് അസ്യൂം ചെയ്യുന്നത്. അതിന് റീസൺ സർഫസ് ടെൻഷൻ ആണ്. ഈ സ്ഫെറിക്കലും ഒന്ന് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ഇനി അതും ചോദിച്ചേക്കാം. സോ ഫിനോമിനൻ സർഫസ് ടെൻഷൻ. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം. ഇൻ 2004 നാസ ലോഞ്ച്ഡ് ദ മെസഞ്ചർ സ്പേസ് ക്രാഫ്റ്റ് സ്റ്റഡി. 2004 നാസ വളരെ ലോങ് ടേമിലുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിന് എന്ത് ചെയ്യുകയുണ്ടായി? നാസ അയക്കുകയുണ്ടായി. അതിന്റെ പേര് മെസഞ്ചർ എന്നായിരുന്നു. നിങ്ങൾ പലരെങ്കിലും ഞാൻ സ്ലൈഡ് മാറ്റിയപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതേതാണ്? മെർക്കുറിയാണ്. ഫിസിക്സിൽ ആസ്ട്രോണമി കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് എന്ന് പറയുന്നത് മെർക്കുറി എന്ന് പറയുന്നത്. ആ മെർക്കുറിയെ പറ്റി പഠിക്കാൻ 2004 നാസ ലോഞ്ച് ചെയ്ത സ്പേസ് ക്രാഫ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മെസഞ്ചർ എന്ന് പറയുന്നത്. അത് അയച്ചെങ്കിലും 2004 അയച്ചു. പക്ഷെ 2011 അതിന്റെ ഓർബിറ്റിൽ എത്തുന്നത് കേട്ടോ. സോ ഞാൻ ലോഞ്ച് ചെയ്തല്ല, 2011 ഓഗസ്റ്റ് 9 എന്ത് ചെയ്തു? 2011 അത് അതിന്റെ ഓർബിറ്റിലെത്തി. നമുക്കറിയാം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് മെർക്കുറി. പക്ഷെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് മെർക്കുറി അല്ല. ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ് ഏതാണ് എന്ന് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തരണം. അതുപോലെ ഏറ്റവും വേഗത്തിൽ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാനറ്റ് മെർക്കുറിയാണ്. വെറും 88 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഏറ്റവും അടുത്താണ് കിടക്കുന്നത് മെർക്കുറി എന്ത് ചെയ്യും? അതിന്റെ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അതിനുള്ള. സാറ്റലൈറ്റ്സ് ഇല്ല. നമുക്കറിയാം ആദ്യത്തെ മെർക്കുറി, വീനസ്, എർത്ത്, മാർസിനൊക്കെ സാറ്റലൈറ്റുകൾ വളരെ കുറവാണ്. 1-2 ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം സൂര്യൻ എന്ത് ചെയ്യും? വലിച്ച് സൂര്യന്റെ ഉള്ളിലോട്ട് എടുക്കും അല്ലെ? ഗ്രാവിറ്റി കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ
മെർക്കുറിയെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നു, സൂര്യനോട് ഏറ്റവും ചെറിയ ഗ്രഹമാണ്, ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹമാണ്, അറ്റ്മോസ്ഫിയർ ഇല്ല, ഉപഗ്രഹങ്ങളും ഇല്ല, 2 സാധനങ്ങൾ അതിലോട്ട് പോയിട്ടുണ്ട്, മറൈനറും മെസ്സഞ്ചറും. മെസ്സഞ്ചറാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2004 മെർക്കുറിയെ പറ്റി പഠിക്കാൻ നാസ ലോഞ്ച് ചെയ്ത സ്പേസ് ക്രാഫ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് മെർക്കുറി എന്ന് പറയുന്നത്, സോറി മെസ്സഞ്ചർ എന്ന് പറയുന്നത്. മെർക്കുറിയെ പറ്റി പഠിക്കാൻ മെസ്സഞ്ചർ പോയി. ഇന്ന് എന്തോ നാക്ക് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു, സോറി കേട്ടോ. അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം. ടൈപ്പ് ഓഫ് എ ഫയൽ ഇൻ എ കമ്പ്യൂട്ടർ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ. ഒരു ഫയലിന്റെ ടൈപ്പ് ഒരു കമ്പ്യൂട്ടറിൽ ഐഡന്റിഫൈ ചെയ്ത് എന്ത് വെച്ചിട്ടാണ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ് അല്ലേ, JPEG ആണെങ്കിൽ, MP4 ആണെങ്കിൽ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫോർമാറ്റ് ആണെങ്കിൽ വെച്ച് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ട് അതിനെ നമ്മൾ എന്താ പറയുക, ഫയൽ എക്സ്റ്റൻഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അതായത് നമ്മൾ ഈ പറയില്ലേ, നമ്മളിപ്പം JPEG നമുക്കറിയാം ഇത് ഫോട്ടോ ആണ്, PNG നമുക്കറിയാം ഇത് എന്താണ്, ഫോട്ടോ ആണ്, MP4 നമുക്കറിയാം ഇത് വീഡിയോ ആണ്, MKV നമുക്കറിയാം ഇത് എന്താണ്, വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് എക്സ്റ്റൻഷൻസ്, .ppt നമുക്കറിയാം പവർ പോയിന്റ് ആണ്, PDF നമുക്കറിയാം PDF ആണ്. അങ്ങനെ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ആ ഫയൽ ടൈപ്പ് കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ ടൈപ്പ് ഓഫ് എ ഫയൽ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ ഫയൽ എക്സ്റ്റൻഷൻ. ഇപ്പോൾ വീണ്ടും 5 പഠിച്ചു, പെട്ടെന്ന് റിവൈസ് ചെയ്ത് തരാം. റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് അയണോസ്ഫിയർ ആണ്. അജന്ത കേവ് പെയിന്റിങ്സ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലിക്വിഡ് ഡ്രോപ്പ് സ്ഫെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത് സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. നാസ മെർക്കുറിയെ പറ്റി പഠിക്കാൻ അയച്ച സ്പേസ് ക്രാഫ്റ്റ് ആണ് മെസ്സഞ്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടി നമ്മൾ പഠിച്ചതാണ് മറൈനർ ആണ്. അതുപോലെ തന്നെ ഒരു ഫയലിന്റെ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്, ഫയൽ എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ജാനുവരി 17 ആദ്യത്തെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള RRB NTPCയുടെ ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഷിഫ്റ്റിലെയും ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിംഗിൾ PDF ആക്കിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക. NTPC ഡയറക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിങ്ക് ഞാൻ കൊടുക്കൊന്ന് കയറി നോക്കാം. അതുപോലെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല, പക്ഷേ എല്ലാം നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദയവേത് ടെലിഗ്രാം ചാനലിൽ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ കൊടുക്കാം. കാരണം എല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. അവിടെയാണെങ്കിൽ ചുമ്മാ ഒരു വോയിസ് ഇട്ടാൽ ഒരു ഫോട്ടോ ഇട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളിലോട്ട് എത്തും. അതിന് ടെലിഗ്രാമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. എല്ലാം എവിടെ പറയാൻ പറ്റണമെന്നില്ല, യൂട്യൂബിൽ ചാനലിൽ പറയാൻ പറ്റുന്നില്ല. സോ അതുകൂടി ഒന്ന് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.